എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. എന്തോ വരാനുണ്ട്. പോന്നോട്ടെ. വരണല്ലേ, വന്നിട്ടേ റിയാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്തോ വരാനുണ്ട്. എന്തിനെ കുറിച്ച് പറയും, ഇതെന്താണെന്നാ പറയാ? അതായത് നമ്മൾ അറിഞ്ഞത് പറയാം, അത് നമുക്ക് പറയാമല്ലോ. അത് പറയാം, അതിനൊരു കുഴപ്പമില്ല. അതായത് ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച്, അതായത് ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച് ലാലേട്ടൻ ഒരു എക്സ്റ്റൻഡഡ് കാമിയോ ചെയ്യുന്ന, വിസ്മയ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന, ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമ. അതിന്റെ എന്തോ അപ്ഡേറ്റ് ആണെന്നാണ് നമ്മൾ കേട്ടത്. അതെ, ഇനിയിപ്പം വരുന്നത് എന്താണെന്നുള്ളത് വരുമ്പോഴേ അറിയുള്ളൂ. എന്തായാലും പക്ഷെ ഏഷ്യാനെറ്റിലൊക്കെ ന്യൂസിലൊക്കെ പോകുന്നുണ്ട് ഈ സംഭവം. ന്യൂസ് പോകുന്നുണ്ട്. അതായത് ഇത് ഇന്ന് വരുന്ന സംഭവം ഇതാണെന്നല്ല കേട്ടോ, ന്യൂസ് പോകുന്നുണ്ട്. അത് തന്നെ ഇതുകൊണ്ടാ വന്നത്. അത് ലീക്കായി, ചോറിനൊന്നും നമുക്ക് മനസ്സിലാവും, ലീക്കായി. ഞാനിങ്ങനെ കരുതിയിരിക്കുകയാണ് നമ്മുടെ വീഡിയോയിലൂടെ. എന്തായാലും വേറൊരു കാര്യമുണ്ട്, അതായത് അറിയാൻ പറ്റിയ വലിയൊരു കാര്യം, ഒരു പ്രധാന താരം ഇതിൽ വരുന്നുണ്ട്. അതാരാണെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഓക്കെ, അത് കൊള്ളാം. അതെങ്ങനെ പുറത്തുവിടല്ലേ? ഇത് ആദ്യം വരണ്ടല്ലേ? ഇപ്പൊ വരാനുള്ളത് ആദ്യം വരട്ടെ, ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. അതെ, എന്തായാലും വരട്ടെ. എന്തായാലും ഒരുപാട് പേര് പല സംശയത്തിലാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക ജിത്തു ജോസഫിന്റെ ഒരു ത്രില്ലർ മൂവി. അതിന്റെ ഒരു പോസ്റ്റർ ഒക്കെ കണ്ടപ്പോ, അനൗൺസ്മെന്റ് പോസ്റ്റർ, അതിന്റെ അപ്ഡേറ്റ് വരും എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ കണ്ടപ്പോ അമൽ നീരദ് മൂവി പറഞ്ഞവരുണ്ട്, മറ്റേ ദൃശ്യം 3 പറഞ്ഞവരുണ്ട്, അങ്ങനെ കുറെ സിനിമകളെല്ലാം മിക്സ് ആയിരുന്നു. ഈ അമൽ നീരദ് മൂവിന്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. നമ്മൾ ഇപ്പം അടുത്തൊന്നും അതിനെക്കുറിച്ച് ആഗ്രഹിക്കണ്ട, അതിനെക്കുറിച്ച് ഒന്നും പ്രതീക്ഷിക്കണ്ട. കാരണം അത് ചെറിയൊരു പ്രശ്നത്തിലാണ്, നീണ്ടുപോകും എന്ന് പറഞ്ഞാൽ കുറേ നീണ്ടുപോകും. പിന്നെ ഈ സിനിമ ജൂഡ് ആന്റണി ജോസഫിൻ്റെ ആണെന്നുള്ളത് നമ്മൾ ഇത് കിട്ടിയ ഉടനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ജൂഡ് ആന്റണിയാണ് എന്നുള്ളത് അറിയിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സ് തോന്നിയൊരു കാര്യമുണ്ട്. അതായത് ജൂഡ് ആന്റണി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, തുടരും സിനിമ 2018 വെട്ടി, അത് ഏറ്റവും കൂടുതൽ ഗ്രോസ് നേടിയ സിനിമ എന്നുള്ള ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നല്ലോ, അത് വെട്ടിയത് തുടരുവാണ്. അപ്പോൾ തുടരും സിനിമയ്ക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇൻഡസ്ട്രീറ്റ് ഞാൻ ഇനി ലാലേട്ടനെ വെച്ച് തന്നെ തൂക്കുന്നു. അപ്പോൾ ആ ഒരു സാധനം വെച്ചിട്ട് ആ ഒരു പ്രതീക്ഷ കാമിയോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ നടക്കുമോ? അതാ പറഞ്ഞത്, അത് പിന്നീട് അറിഞ്ഞത്. ആദ്യം ചോദിച്ചപ്പോ ജൂഡ് ആന്റണി ആണെന്ന് അറിഞ്ഞപ്പോഴേ സാധനം അതായിരുന്നു. അതായത് അപ്പൊ വലുതെന്തോ ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വിസ്മയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്, ലാലേട്ടൻ എക്സ്റ്റൻഡഡ് കാമിയോ ആണെന്നുള്ളത് അറിഞ്ഞു. പിന്നെ വേറെ ഏതോ ഒരു വലിയ താരം ഉണ്ട് എന്നുള്ളതും അറിഞ്ഞു. ഓക്കെ, എന്താണെങ്കിലും നോക്കാം. ഇത് കണ്ടപ്പോ താഴ്വാരൊക്കെ പോലുള്ള ഒരു സാധനമൊക്കെ ഫീൽ ചെയ്ത്. എന്റെ മോനെ ലാലേട്ടനെ അത് ഈ ഭ്രമരം പോലത്തെ ക്യാരക്ടർ, ഈ ഭ്രമരം അല്ലെങ്കിൽ താഴ്വാരം, ആ ഒരു റൂഡായിട്ടുള്ളൊരു ക്യാരക്ടർ. എന്നിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടോ അല്ലെങ്കിൽ ഒരു കുടുംബം മാത്രം നിൽക്കുന്ന ഏതോ ഒരു മലമുകളിൽ പ്രാന്തായിട്ട് അഴിഞ്ഞ ആളുകൾ ചെയ്ത അവസ്ഥ ആലോചിച്ച് നോക്ക്. ആ പ്രതീക്ഷയൊക്കെ പോയി. അങ്ങനെ എന്തെങ്കിലും ആണോന്ന് അറിഞ്ഞൂടാ. എന്തായാലും സംഭവം വന്നിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. നോക്കാം, എടുക്ക്. അടച്ചോനെ, നെറ്റൊന്നും കിട്ടും. തുടക്കോ ഓപ്പൺ ആക്കിയപ്പോ തന്നെ തുടക്കം, തുടരും കഴിഞ്ഞപ്പോ തുടക്കം. ഇതെന്തത്? ഒരു ഐഡിയ ഇല്ല. ജൂഡ് ആന്റണി ജോസഫ്, ദ ബിഗിനിങ്. പിന്നെ വിസ്മയ മോഹൻലാൽ, അത് തന്നെ ആശീർവാദ് സാധനം തന്നെ കേട്ടോ. അതെ, ആന്റണി പെരുമ്പാവൂർ സെലിബ്രേറ്റ്സ്. ഡിയർ മായക്കുട്ടി, മേയർ. ലാലേട്ടന്റെ ആണുള്ളത്. യെസ്. എന്തായാലും ഇതില് ലാലേട്ടൻ എന്തായാലും എക്സ്റ്റൻഡഡ് കാമിയോ ഉണ്ട്, അത് ഷുവറാണ്. പക്ഷേ അപ്പോൾ ആള് ആ തുടരും സിനിമയെ വെട്ടുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ തൂക്കുന്നു, അത് ഈ സിനിമ ആയിരിക്കൂല. അതെന്തായാലും ഉണ്ടാകാൻ ചാൻസ് കുറവ്. പിന്നെ ഈ തുടക്കം എന്നുള്ളതിനകത്ത് കുറെ എഴുത്തിലേ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, റോഡിന്റെ ഇതൊക്കെ വരി കാണിക്കൂലേ. ഇത് റോഡിന്റെ ഞാൻ കണ്ടെന്താ അറിയോ ശരിക്ക്, അതായത് കൈ ഇടി, അതായത് പക്ക ഈ മാർഷൽ ആർട്സ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കരാട്ടെ പരിപാടിയൊക്കെ, അതാണ്. കണ്ടോ ഈ കൈ ഉണ്ടോ, തുട എന്നുള്ളതിൻ്റെ അതിൽ കൈ കാണുന്നില്ല. ഇതുണ്ടോ, ഒരു കൊടന്റെ കാല് പോലെ കൈയാണത്, ഇങ്ങനെ. കൈയാണോ അത്?
ഓക്കെ 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 മനസ്സിലായി. ഇനി കൈ കന്നുള്ളിന്റെ ശരി. ഞാനപ്പം ഇപ്പൊ മനസ്സിലായില്ല, ഞാൻ ചുമ്മാ കണ്ണാടി വെച്ചോണ്ട് നടക്കണല്ലോ, കാണാഞ്ഞിട്ട് തന്നെ കാണിച്ചു കൊടുത്തിട്ട് കാണുന്നില്ല. ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കില്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ചുമരിലൊക്കെ ഇടിച്ചിട്ടേ കീറിയതായിട്ടുള്ളതാണ്. ഒന്നാമത് വിസ്മയം ആണെങ്കിലോ ഈ കിക്ക് ബോക്സിങ്ങും ഇതൊക്കെ ചെയ്യുന്നതാണേ. അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്യും. അത് കൊള്ളാം. അതുകൊണ്ട് തന്നെ ആ ഒരു ചിലപ്പം ഈ ഹൈ റേഞ്ചിലൊക്കെ ഉള്ള ഒരു കുട്ടി കിക്ക് ബോക്സിംഗ് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ഫേമസ് ആവുന്ന സാധനല്ലേ. അങ്ങനെ ആയിരിക്കില്ല, ത്രില്ലർ ആയിരിക്കും. ത്രില്ലർ ആയിരിക്കും. പോസ്റ്ററിന്റെ രൂപം കണ്ടിട്ട് അത് ഒരു ത്രില്ലർ മോട്ടിവേഷണൽ മൂവിയോ കാര്യങ്ങളൊന്നും അല്ല, അത് ത്രില്ലറാണ്. പിന്നെ ജൂഡായതുകൊണ്ട് ഈ ജൂഡിന് ഇങ്ങനത്തെ ചില സിനിമകൾ ഭയങ്കരമായിട്ട് ചെയ്യാൻ കഴിയും. സാറാസൊക്കെ ആ ലെവലിൽ മുത്തശ്ശി കഥ അങ്ങനത്തെ ഒരു അതും അതല്ല ഇങ്ങനെ, അതായത് അതില് ഈ സാറാസില് അന്നാബന്നായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ആളാണ് അതില് മുഴുനീളം. ഫീമെയിൽ ഓറിയന്റഡ് മൂവിയാണ്. ഫീമെയിൽ ഓറിയന്റഡ് തന്നെയായിരിക്കും ഇതും അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും. ഓക്കെ, എന്താണെങ്കിലും ഗംഭീര സിനിമ ആവട്ടെ. എന്തായാലും അച്ഛൻ്റെ പണി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്, മകളുടെ പണിയും കൂടി വൃത്തിയായിട്ട് ചെയ്താൽ മതി. അത് ചെയ്യും തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും. ജൂഡ് ആന്റണി 2018 എന്ന സിനിമയ്ക്ക് ശേഷം അടുത്ത സിനിമ ചെയ്യാണ്. ചില്ലറ കഴിയ. പക്ഷെ ഞാനിത് ഇതൊരു ചെറിയ സിനിമയായിരിക്കും അങ്ങനെ വരുമ്പോ. പക്ഷെ ഞാൻ അതിനേക്കാളും വലിയ ലാർജ് സ്കെയിൽ വലിയ സംഭവം പ്രതീക്ഷിച്ചത്. അത് ലാലേട്ടനെ വെച്ച് ആള് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൂടി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് കേൾക്കുമ്പോ വിചാരിക്കും ഭയങ്കര സംഭവമായിരിക്കുമല്ലോ, തൂക്കാനുള്ളവരാണെന്നല്ലേ. പക്ഷെ കുഴപ്പമില്ല, ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഉണ്ടാവും ലാലേട്ടനെ വെച്ചിട്ട് തന്നെ. അതിനുള്ളൊരു തുടക്കമാണ് ഈ പരിപാടി. കുഴപ്പമില്ല എന്ന് പറയണ്ട, ഇത് തന്നെ ധാരാളമായിരിക്കും ചിലപ്പോ. അല്ല, അതും പറയാൻ പറ്റില്ല. ലാലേട്ടനെയും വിസ്മയം വെച്ചിട്ടേ അങ്ങ് അഴിഞ്ഞാടും. ശരിയാണ് കേട്ടോ, എങ്ങനെയായിരിക്കും കൊണ്ടുപോകണേ നമുക്ക് അറിഞ്ഞൂടല്ലോ. എന്തായാലും ഗംഭീരമാവട്ടെ. മറ്റേ തരൺമൂർത്തി പറയണേ, എടാ തുടരും സിനിമയില് ലാലേട്ടൻ എക്സ്റ്റൻഡഡ് കാമിയാണ്, അത് മൂപ്പര് തകർത്തതാണെന്ന്. അതിലെ നായകൻ ജോർജ് സാറാണ്. അങ്ങനെ പറയാം. അങ്ങനത്തെ വലിപ്പുള്ള ഒരു എക്സ്റ്റൻഡഡ് കാമിയാണെങ്കിലോ. അതെ, തുടക്കം മുതൽ അവസാനം വരെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഉള്ള. ഇനി ഇതിനകത്ത് ആരൊക്കെ വേണം വേണ്ടെന്നുള്ളത് അവര് തീരുമാനിക്കുമെന്ന് അറിയില്ല. എന്താണെങ്കിലും ഒരു കിടക്കാച്ചി ഐറ്റം വരട്ടെ. അതെ. അപ്പൊ എന്തായാലും നമ്മൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. 7 മണിക്ക് മറ്റൊരു സാധനം കൂടി വരാനുണ്ട്, വെയിറ്റിംഗിലാണ്. അതെ, അതായത് നിവിൻ പോളി നായകനാവുന്ന സിനിമയാണ് അഖിൽ സത്യന്റെ മൂവി. അതായത് സർവം മായ അല്ലേ, അങ്ങനെയാണ് കേൾക്കുന്നത് ടൈറ്റില്. അതായിരിക്കും എന്നാണ് കേൾക്കുന്നത്. എന്തായാലും 7 മണിക്ക് വരും സർവം മായ. അപ്പോൾ ഉറപ്പായിട്ടും നടിയുടെ പേര് മായ. പറയാൻ പറ്റൂല. പ്രേതോ പിന്നെ പ്രീതി മുകുന്ദൻ. പ്രീതി മുകുന്ദൻ പ്രേതമായിട്ട് കൊള്ളാട്ടോ. കണ്ണപ്പേരുണ്ടായിരുന്നല്ലോ. കണ്ണപ്പേര് പൊളിയായിരുന്നു. പോട്ടെ, ബൈ.